ഹായ്, ഞാൻ സ്നേഹ. ഐസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരിക്കലും നിങ്ങളൊരു പുരുഷന് വേണ്ടി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇത് കാണുന്ന സ്ത്രീകൾ എന്തായാലും ഫോളോ ചെയ്തിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ അത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവർക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ കരിയർ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു നമ്മളുടെ ആഗ്രഹങ്ങളും കരിയറും ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കുക. ഇത് കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ലൈഫുമായിട്ട് നല്ലൊരു കരിയറുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ പോലും പിന്നെ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ആഫ്റ്റർ റിലേഷൻഷിപ്പ് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും വേണ്ടാന്ന് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കരിയർ തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കത് ഇഷ്ടമല്ല എന്നോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് അത് ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് ആ റിലേഷൻഷിപ്പുമായിട്ട് മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ആ ഒരു കരിയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് എനിക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം, ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം. അപ്പൊ അത് നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. പിന്നീട് ചിലപ്പോൾ നമുക്ക് ആ ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ അത് നേടാനുള്ള അതിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുമായിരിക്കും. അതായത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിലേക്ക് എത്തിയെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. ആ ഒരു ടൈമിൽ പോലും നമ്മൾ ഓക്കെ ഇവർക്ക് അത് ഇഷ്ടമല്ല, എന്നാൽ പിന്നെ ഞാൻ അത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അത് വിട്ട് കളയുമ്പോൾ നമുക്കുണ്ടാവുന്ന വലിയൊരു അവസരമാണ് അവിടെ ഇല്ലാതാവുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. അതായത് അവരവരുടെ ലൈഫുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നഷ്ടം നമുക്ക് മാത്രം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ കരിയറോ ഇതിലൊന്നും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പെൺകുട്ടികൾക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ് ബിഫോർ മാരേജ് ഓവർ ഇന്റിമസി കാണിക്കുന്നു എന്നുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള സ്നേഹപ്രകടനമൊക്കെ സ്വാഭാവികമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ അടുത്തിരിക്കുന്നത്, കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഓവർ ഇന്റിമസി ഉണ്ടാവരുത്. ഓവറായിട്ട് നിങ്ങൾ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഒരു വൈഫായി മാറി എന്നൊരു ചിന്തയോടുകൂടി ഒന്നും തന്നെ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് നെഗറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്യാണത്തിന് മുന്നേ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഇവൾ എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അതെന്റെ കെട്ടിയവനല്ലേ എന്നൊക്കെ നോർമലി അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ എങ്ങനെയാണ് കെട്ടിയവനും ഭാര്യക്കായി മാറണത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബിഫോർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഒരു ഭാര്യയായിട്ട് മാറി എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോ നിങ്ങളുടെ മാരേജ് നടന്നോളണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിനോട് ചെറിയൊരു ഇഷ്ടക്കുറവും ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നൈസായിട്ട് റിലേഷൻഷിപ്പ് നിന്ന് പോയി എന്ന് വരാം. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ. ചിലപ്പോൾ സാഹചര്യവശാൽ അങ്ങനെ പോയി എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കാണ് നഷ്ടം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കല്യാണത്തിന് മുന്നേ തന്നെ ഓവർ ഇന്റിമസി ആവുന്നത് നല്ലതല്ല. അതൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട എന്ന് വെക്കുക. അതായത് പിന്നീട് അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെന്ന് വിചാരിക്കാം. നമ്മുടെ പാർട്ട്ണർക്ക് അവരെ ഇഷ്ടമല്ല. അപ്പൊ അവര് പറയാണ്, നീ നാളെ മുതൽ നീ അവരോട് മിണ്ടരുത്, അവരോട് ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ശരി, ചിലപ്പോൾ അവരുടെ പൊസസീവ്നെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ആൾ ഓക്കെ അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ശരി എന്നാ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കും. അവിടെയും നമുക്ക് നഷ്ടം ഉണ്ടാവുക. നമുക്ക് ഇല്ലാതാവുന്നത് നല്ലൊരു സൗഹൃദമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നല്ല റിലേഷൻ ആയിരിക്കും നമുക്ക് അവിടെ ഇല്ലാതെ ആകുന്നുണ്ടാവുക. അതേസമയം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു പേഴ്സണേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരുടെ ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതായത് അവർക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ ആള് നമ്മുടെ കൂടെ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ആളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് രക്ഷപ്പെട്ടേനെ.
അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അവരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ, നമുക്ക് ഓക്കെ ആണെങ്കിൽ, നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ അവരെ നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് പ്രഗ്നൻസിയാണ്. അതായത് ഇപ്പോൾ ആഫ്റ്റർ മാരേജ് കുറെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഞാൻ കാണാറുണ്ട്. അതായത് കുറെ ഭാര്യമാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് തീരെ ഓക്കെ അല്ലായിരുന്നു, അതായത് ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് ആവാൻ തീരെ ഓക്കെ അല്ലായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഞാൻ സമ്മതിച്ചത്, നമുക്ക് പ്രഗ്നൻസി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞത് അവരുടെ ആഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെ കുറെ പേര് പറയാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക. അതായത് ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നു, അപ്പൊ കുഞ്ഞിനെ വളർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഒരേപോലെ സന്തോഷവാൻ ആവേണ്ട കാര്യമാണ്. അതായത് രണ്ടുപേരും ഒരേപോലെ അതില് ഇൻക്ലൂഡ് ആവും വേണം. ആ ഒരു ഹാപ്പിനെസ് രണ്ടുപേർക്ക് ഒരേപോലെ കിട്ടണം. അപ്പൊ നമ്മൾ ആഗ്രഹിക്കാതെയാണ് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് പ്രഗ്നൻസി വേണമെന്നില്ല, ഇപ്പൊ ഓക്കെ അല്ലായിരുന്നു, കുറച്ചുകൂടി സെറ്റിൽഡ് ആയിട്ട് മതി, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, അവരുടെ ആഗ്രഹം കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവിടെയും നമുക്ക് കുറെ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടി ഓക്കെ ആവുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും ആ സമയത്ത്. അതായത് നമ്മൾ ഓക്കെയാണ്, പ്രഗ്നൻസിക്ക് ഒരു കുഞ്ഞ് വരുന്നതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇപ്പൊ ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ളത്, നിങ്ങളുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് ഇപ്പൊ നമുക്ക് കുഞ്ഞായത് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്കിടയിൽ വിള്ളല് വരുന്നത് മാത്രമല്ല, ഒരു കുഞ്ഞായി കഴിയുമ്പോൾ നമുക്ക് വരുന്ന കുറെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ ഹെൽത്തിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ പേരുണ്ടായിരിക്കും. അതായത് സ്ത്രീകൾ തന്നെ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നു, അതെനിക്ക് കുഞ്ഞായതുകൊണ്ടല്ലേ വന്നത്, അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ഒക്കെ കുറെ കുറ്റബോധം പോലെയൊക്കെ കുറെ പേരുടെ മനസ്സിൽ കാണാറുണ്ട്. അപ്പൊ അതിനൊരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓക്കെ ആകുമ്പോൾ ഒരു പ്രഗ്നൻസി എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ സാലറി, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അത് നിങ്ങളുടെ പേരിൽ തന്നെ വെക്കുക എന്നുള്ളതാണ്. കുറെ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ, ഇപ്പോ അവർക്ക് കിട്ടിയിട്ടുള്ള അവർക്കുള്ള അവരുടെ വെൽത്ത് ആണെന്നുണ്ടെങ്കിലും അതല്ല, അവരുടെ കയ്യിലുള്ള ക്യാഷ് ആണെങ്കിലും സാലറി ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവരുടെ പാർട്ട്ണർക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കുക, കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ മാരേജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ പേരിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അതായത് കുറച്ചുകൂടി കഴിയുമ്പോൾ സാഹചര്യം എങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്നാണ് ഓരോ ഘട്ടങ്ങളിലൂടെ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളത് ശരിക്കും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അതായത് പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ട് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും ഇല്ലാണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. അവസാനം ആരും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഒരു 5 രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ സേഫ് ആയിരിക്കണം, അതായത് നിങ്ങൾ സെക്യൂർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു ജോബ് ഉണ്ടെങ്കിലാണ് നമുക്ക് എവിടെയും ഒരു വില ഉണ്ടാവുള്ളൂ, വാല്യൂ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക. നമ്മളിപ്പോ സമ്പാദിക്കുന്നുണ്ട്, ജോബ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു സാലറി പോലും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കും ഒരു വില ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സേഫും അല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ സേവിങ്സ് ആക്കി വെക്കാം. ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെലവാക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, പക്ഷെ നിങ്ങളുടെ പേരിലായിരിക്കണം ആ ഒരു എമൗണ്ട് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ടോ സേവിങ്സ് ആയിട്ടോ ഒക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇപ്പോഴും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ആ ഒരു പുരുഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യരുത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഓക്കെ ആകുമ്പോൾ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾക്ക് ആ ഒരു കുറ്റബോധം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് ലേഡീസിനാണ് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക, പക്ഷെ പുരുഷന്മാർ കാണുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല.
കാരണം ഈ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം, അതും നല്ല കാര്യമാണ്. എങ്കിലും കൂടുതലും ഇത് ലേഡീസിനാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്